പ്രൈസ് ലോർഡ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ അവസാനം വരെയുള്ള കാര്യങ്ങളാണ്. 12-ാം അധ്യായം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാൻ ഈ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങളും കിരീടവും ഉണ്ടായിരുന്നു. 2017 സെപ്റ്റംബർ 23 കണ്ട സ്വർഗത്തിൽ എന്ന് പറയുന്ന ആകാശത്തെ കാഴ്ചയായി പറയും. അതിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീ. ഇപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ അന്ന് സെപ്റ്റംബർ 23 7000 വർഷത്തിലൊരിക്കൽ മാത്രം കാണുന്നതായിട്ടുള്ള ഒരു ആകാശ കാഴ്ചയാണത്. ഈ നക്ഷത്രങ്ങളുടെ, നമ്മൾ ഈ ആസ്ട്രോളജി പഠിക്കുന്നവരും ആസ്ട്രോണമി പഠിക്കുന്നവർക്കൊക്കെ ഇത് ബാധകമാണ്. ഇതിൽ കാണുക വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീയാണ്. അതൊരു സ്ത്രീയല്ല, ശരിക്കും പറഞ്ഞ ഒരു രാശിയാണ്, കന്നി രാശി. കന്നി രാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കന്നി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർജിൻ ഗേൾ എന്നാണ് എൻ്റെ അർത്ഥം. ആ കന്നി രാശിയിൽ ചില നക്ഷത്രങ്ങൾ ഇങ്ങനെ ഈ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്ന, ഈ കണ്ടോ, ഈ രൂപത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ടുള്ള ചില നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾ ആകാശത്ത് ഇങ്ങനെ ഈ സൗരയൂഥത്തിൻ്റെ അപ്പുറത്ത് ഒക്കെ ഉള്ള നക്ഷത്ര കൂട്ടങ്ങളാണ് ഈ കാണിക്കുന്നത്. ആ സമയത്ത് ഈ നക്ഷത്രത്തിൻ്റെ നേരെ 12 നക്ഷത്രങ്ങൾ ഒരേ സമയം ഇങ്ങനെ വന്നു. അത് ഈ ജ്യോതിഷത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്ഷത്രങ്ങൾ ഒരേ സമയം അലൈൻ ചെയ്തു വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ജനിക്കുന്ന മനുഷ്യർ ഭയങ്കര ഭീകരന്മാരായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ബൈബിളായിട്ട് അതിനെന്ത് ബന്ധം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിൽ ഈ 12 നക്ഷത്രവും ഇങ്ങനെ വരികയും ഈ ചന്ദ്രൻ കാൽക്കീഴ് വരികയും സൂര്യൻ അതിൻ്റെ നടുവിൽ കൂടി ഇങ്ങനെ ആ സമയത്ത് നിൽക്കുകയും അത് മാത്രമല്ല ഈ വ്യാഴം എന്ന് പറയുന്നതായിട്ടുള്ള ജൂപ്പിറ്റർ ഇതിൽ കൂടെ 42 ആഴ്ച ഇങ്ങനെ പാസ് ചെയ്യുകയും ചെയ്തു. 42 ആഴ്ച എന്ന് പറഞ്ഞാൽ 9 ചില്ലാനം മാസമാണ്. 9 ചില്ലാനം മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്നതായിട്ടുള്ള സമയത്തെ പറ്റിയാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കാഴ്ച ആകാശത്ത് ഉണ്ടായി. അത് ഉണ്ടായത് 7000 കൊല്ലത്തിനൊരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണത്. അതാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഈ കാര്യമാണ് ഈ നടന്നിരിക്കുന്നത്. അതിലെഴുതിയിരിക്കുന്ന ഈ സ്ത്രീ എന്ന് പറയുന്നതിനെ കുറിച്ച് അതിന് പല അഭിപ്രായങ്ങളും പല തരത്തിലുള്ള എക്സ്പ്ലനേഷൻസും ഉണ്ട്. ചിലർ പറയുന്നത് ഈ സ്ത്രീ ഇസ്രായേലാണെന്ന് പറയുന്നു. ചിലർ പറയുന്നത് ഈ സ്ത്രീ ചർച്ചാണെന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയുന്നത് ഈ സ്ത്രീ കന്യാമറിയാണെന്ന് പറയുന്നവരുണ്ട്. അത് പലർക്കും പല അഭിപ്രായമാണ്. ഏതാണ് സത്യത്തോട് കൂടുതൽ യോജിപ്പ് എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഇപ്പം ഇതിൽ 12 നക്ഷത്രങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് പറയുന്നുണ്ടല്ലോ. ആ 12 നക്ഷത്രങ്ങൾ ഒരു സിംഹരാശി, ചിങ്ങരാശി എന്നത് സിംഹരാശിയാണ്. ഒരു സിംഹത്തിൻ്റെ രൂപം വരും ഇതിൻ്റെ ഏകദേശം ഈ നക്ഷത്രങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ. അത് 12 നക്ഷത്രങ്ങളുണ്ട്. ആ 12 നക്ഷത്രങ്ങൾ എന്താണ്? അത് ഈ ചന്ദ്രൻ എന്താണ്? ഈ വ്യാഴം എന്താണ്? ഈ സൂര്യൻ എന്താണ്? ഇതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. ഈ സ്ത്രീയെ പറ്റി പറഞ്ഞല്ലോ 3 അഭിപ്രായമുള്ളത്. ഒന്ന് കന്യാമറിയാന്ന് പറയുന്നു, ഇസ്രായേലാണെന്ന് പറയുന്നു, ചിലർ പറയുന്നത് പുതിയ നിയമ സഭയാണെന്ന് പറയുന്നു. ഇതിപ്പോൾ ഏതാ ശരി? നമുക്ക് ആലോചിക്കാം. അത് കഴിഞ്ഞ് ഈ 12 നക്ഷത്രങ്ങളെക്കുറിച്ചും പലർക്കും പല അഭിപ്രായമാണ്. ചിലർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 12 അപ്പസ്തോലന്മാരാണ്, ചിലർ പറയുന്നത് 12 ഇസ്രായേൽ ജനമാണ്, ചിലർ പറയുന്നത് ഇത് രണ്ടും കൂടിയാണ്. ചന്ദ്രനെ കുറിച്ച് പറയുന്നത് എക്യുമെനിക്കൽ ചർച്ചാണെന്ന് പറയുന്നത്. എക്യുമെനിക്കൽ ചർച്ചാണെന്ന് പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഭാര്യമാരാന്ന് പറയുന്നുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കോബ്, പഴയ യാക്കോബിൻ്റെ മക്കളാണല്ലോ ഈ 12 ഇസ്രായേൽ ഗോത്രം തലവന്മാർ. ഇങ്ങനെയൊക്കെയാണ് പലരുടെ അഭിപ്രായം. സത്യത്തിൽ എന്താണ്? ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേൽ ആണ് എന്നാണ് നമുക്ക് സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കണം. അത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേൽ പുതിയ നിയമ ഇസ്രായേലുമുണ്ട്, പഴയ നിയമ ഇസ്രായേലുമുണ്ട്, രണ്ടുമുണ്ട്. അതുകൊണ്ടാണ് ഈ 12 നക്ഷത്രങ്ങൾ വന്നിരിക്കുന്നത്. 12 നക്ഷത്രങ്ങൾ പഴയ നിയമത്തിലെ 12 ഗോത്രപിതാക്കന്മാരായിട്ടുള്ള ഈ യാക്കോബിൻ്റെ മക്കൾ, അപ്പോൾ നിന്ന് ഇസ്രായേലിൻ്റെ മക്കളാണ്. അതുകൂടാതെ 12 അപ്പസ്തോലന്മാരും ഇതിൽ വരുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ 12 അപ്പസ്തോലന്മാരാണ്, അവരാണല്ലോ അതിൻ്റെ ഹെഡ്. അതുപോലെ ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ, പഴയ നിയമ ഇസ്രായേലും വരുന്നുണ്ട്, പുതിയ നിയമ ഇസ്രായേലും വരുന്നുണ്ട്. രണ്ടും ഈ സ്ത്രീയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ കുട്ടി എന്ന് പറയുന്നത് ഒന്നാമത്തെ യേശുക്രിസ്തു, രണ്ടാമത്തെ 144,000 ഇസ്രായേൽ ജനം, 12 ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വെളിപ്പാട് 7-ാം അധ്യായത്തിൽ പറയുന്നതായിട്ടുള്ള
144,000 പേരാണ്. അതൊക്കെ സ്ത്രീ ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറയണേ. അപ്പം അതുകൊണ്ട് പ്രസവിച്ച കുട്ടി ചർച്ചല്ല, ഇത് പറയുന്നത് ചർച്ചാണ്, മാൻ ചൈൽഡാണ്. നമ്മളുടെ ഇതാണ്, നമ്മൾ മാൻ ചൈൽഡ് ആവാനായിട്ട് കാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും വചനമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് സൂര്യനെ പറ്റി പറയാം. സൂര്യൻ എന്ന് പറയുന്നത് അപ്പനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൻ സൂര്യനും അമ്മ ചന്ദ്രനുമാണ്. പഴയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സിമ്പലാണ്, സൂര്യനാകില്ലല്ലോ. സൂര്യൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു വീട്ടിൽ അപ്പനാണ് അതിൻ്റെ ഹെഡ്, സൂര്യൻ. അമ്മ ചന്ദ്രൻ. അതായത് അപ്പനിൽ നിന്നുള്ള എന്താ പറയുക വെളിച്ചമാണ് ഈ അമ്മയ്ക്കുള്ളത്. അമ്മയ്ക്ക് സ്വന്തമായിട്ടുള്ള അങ്ങനെ ഇതായിട്ട് പറയുന്നില്ല. ചെറായലിന് ദൈവത്തിൻ്റെ മഹത്വം, അപ്പൻ മക്കളുടെ മഹത്വമാണെന്ന് പറയുന്നത്. മക്കളുടെ മഹത്വം അപ്പന്മാർ തന്നെ എന്ന് പറയുന്നത് സദൃശവാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. അതിപ്പോൾ ഞാൻ എടുക്കുന്നില്ല. അന്നത്തെ യാക്കോബിനെ പറ്റി പറയും. യാക്കോബിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരുന്നു എന്നാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻഡയറക്റ്റ്ലി യാക്കോബിനെ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ ഈ അമ്മ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഭാര്യമാരാണ്. ഇസ്രായേലിന് പല ഭാര്യമാരുണ്ടായിരുന്നു. അവരെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്, ചന്ദ്രനെ ഉദ്ദേശിക്കുന്നത്. അത് കാഴ്ചയില്ല. അത് പുതിയ നിയമത്തിൽ വരുമ്പം അത് ക്യുമെനിക്കൽ ചർച്ച് ആണ്. ക്യുമെനിക്കൽ, അതും യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ അവരും. പക്ഷേ സത്യത്തിൽ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, അത് അവർ യഥാർത്ഥത്തിൽ വചനം 100% അതിൽ അംഗീകരിക്കുന്നില്ല. ദൈവത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ വചനം 100% അംഗീകരിക്കാതാണ്. ആ 100% അംഗീകരിക്കാത്തൊരു ദൈവസന്നിധിയിൽ അതിന് വിലക്കുറവുണ്ട്. അവർക്ക് സ്വർഗം അവർക്ക് അവകാശം ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അതനുസരിച്ചുള്ള ഫലം ദൈവം നീതിമാനായതുകൊണ്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. ഈ 12 നക്ഷത്രങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 12 ഗോത്രപിതാക്കന്മാരും 12 അപ്പോസ്തലന്മാരും. അപ്പോൾ പുതിയ നിയമവും പഴയ നിയമം രണ്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ മധ്യത്തിലുള്ള അധ്യായം 22-ാം അധ്യായത്തിൽ 11 കഴിഞ്ഞാൽ 12 അല്ലേ. സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേൽ ആണെന്ന് പറയാനായിട്ട് പലരും പറയുന്ന കാര്യം, ഈ ഇതിൽ എന്താ പറയുന്നത്, പഴയ നിയമത്തിൽ പറഞ്ഞിട്ട് യോസഫ് ഒരു സ്വപ്നം കണ്ടു, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എന്നെ വണങ്ങുന്നത് ഞാൻ കണ്ടു, 11 കറ്റയും എൻ്റെ കറ്റേനെ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് യോസഫ് സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ അപ്പനും ബാക്കിയുള്ള മക്കൾക്കും ഒക്കെ വളരെ വിരോധമായി എതിര് പറഞ്ഞു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ റിസംബ്ലൻസ് എന്ന് പറയുന്നത് അത് 11 നക്ഷത്രം, യഥാർത്ഥത്തിൽ എത്ര 12 നക്ഷത്രങ്ങൾ. പിന്നെ ഇസ്രായേൽ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ 12 എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സ്വപ്നം കണ്ടത് ഇതുമായിട്ട് എക്സാക്ട്ലി പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സൂര്യനും ചന്ദ്രനും എന്നെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, 12 നക്ഷത്രത്തിന് പകരം 11 ഉള്ളൂ. അപ്പോൾ അത് ഒരു 100% ഒരു കമ്പാരിസൺ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അല്ലാതെ തന്നെ നമുക്കറിയാം ഇത് ഇങ്ങനെയാണ്. 12 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ ഈ തരത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഇത് കന്യാമറിയ എന്ന് പറയുന്നത് അത് കത്തോലിക്കരുടെ ഒരു കണ്ടുപിടുത്തമാണ്. മറിയയാണല്ലോ യേശുക്രിസ്തുവിൻ്റെ ഭൂലോകത്തെ അമ്മ. ആ മറിയ യേശുക്രിസ്തുവിനെ പ്രസവിച്ചു. അത് ആൺകുട്ടിയെ പ്രസവിച്ചു. അത് യേശുക്രിസ്തു ആൺകുട്ടിയാണ്. അതേസമയം ആ കാലത്ത് മറിയ പല സ്ഥലത്തേക്കും, ഈജിപ്തിലേക്കും അതുകൊണ്ട് വേറെ സ്ഥലത്തേക്കൊക്കെ വെച്ചിട്ട് മാറിപ്പോയതായിട്ട് യോസഫിന് ദർശനങ്ങൾ കൊടുത്തിട്ട്, ഇന്ന കുഞ്ഞിനെ എടുത്ത് ഇന്ന സ്ഥലത്ത് പോ, ഈജിപ്തിലേക്ക് പോ, അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് എന്നൊക്കെ പറയുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് 12-ാം അധ്യായം 6-ാം വാക്യം, സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലമുണ്ട്. ഈ മറിയനും ഇങ്ങനെ അന്ന് കാലത്ത് പല സ്ഥലത്തേക്കും യേശുക്രിസ്തുവായിട്ട് പോയതായിട്ട് ബൈബിളിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 14-ാം വാക്യത്തിൽ എന്താ പറയണത്, അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറവണ്ണ് വലിയ കഴിവിൻ്റെ 2 ചെറുകഴിച്ച് അവിടെ അവളെ സർപ്പത്തോടെ ഒരു കാലവും അരക്കാലം പോറ്റും. മറ്റൊന്നും 3.5 കൊല്ലം, ഇതും ഒരു കാലം ഇരുകാലം അരക്കാലം എന്ന് പറയുന്നതും 3.5 കൊല്ലമാണ്. അപ്പോൾ ഇത് സെക്കൻഡ് 3.5 years ഇത് ഈ 3.5 കൊല്ലം എന്ന് പറയുന്നത്. അപ്പോൾ ആ മരുഭൂമിയിൽ 3.5 + 3.5 7 സ്ത്രീ പ്രസവിക്കുന്ന കുട്ടി ഒന്നാമത്തെ റിസംബ്ലൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ യേശുക്രിസ്തു. രണ്ടാമത്തെ റിസംബ്ലൻസ് 154,000 പേര്. ആ 154,000 പേരാണെന്ന് പറയാൻ കാരണം അവരെല്ലാവരും ശുദ്ധിയുള്ളവരാണ്. ഇവർ യേശുക്രിസ്തുവിനെ പോലെ രക്തസാക്ഷികളായി തീരുവാനിടയുണ്ട്. അവർ പുരുഷന്മാരാണ്, അത് സഭയല്ല, സഭ മണവാട്ടിയാണ്. അപ്പോൾ ഈ 154 തന്നെ യേശുക്രിസ്തു ആൺകുട്ടിയാണ്.
അപ്പം അങ്ങനെ ആ രണ്ട് കമ്പാരിസനാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിൻ്റെ അമ്മയും ഇതുപോലെ തന്നെ പല സ്ഥലത്തേക്കും പോയതായിട്ട് അവിടെ പറയുന്നു. ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അത് പല ഡയറക്ഷനിൽ പല ഡയമെൻഷൻസ് അതിലുണ്ട്. മെയിനായിട്ട് വരുന്നത് പുതിയ നിയമ ഇസ്രായേലും പഴയ നിയമ ഇസ്രായേലും, അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ആകാശത്തെ അടയാളം കാണുന്ന വേറെ സംഗതി ഉണ്ടായിട്ടുണ്ട്. 2017 സെപ്റ്റംബറിനടുത്ത് അമേരിക്കയിൽ ജോസ മറിയ എന്നുള്ള 2 ചുഴലിക്കാറ്റുണ്ടായി. അതിന് പേരിട്ട് കൊടുത്തത് ഇതാ, ജോസഫും മേരിയാണ്. അത് ഈ സമയത്ത് ഉണ്ടായതാ, ഭൂമിയിലുണ്ടായ കാര്യമാണ്. അതായത് ആ പറയുന്ന ഉണ്ടാകുന്ന കാര്യം അതിനെ കൺഫേം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഭൂമിയിൽ കാണുക ചെയ്യുന്നത്. അപ്പോൾ വെളിപ്പാട് 1-2 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജ്യമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. അത് പിശാചാണത്. അത് ക്ലിയറാണ്. 7 തലയും 10 കൊമ്പും ഉണ്ടോ? 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയും. ആ എല്ലാ തലയിലും ഓരോ രാജമുടി ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പിശാച് ദൈവത്തെപ്പോലെ ആകണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നതോടുകൂടി ദൈവസന്നിധിയിൽ നിന്ന് പിശാചിനെ മാറ്റുക ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ലൂസിഫറിൻ്റെ കൂടെ ഉണ്ടായിരുന്നതായിട്ടുള്ള ദൂതന്മാരെ, അവൻ്റെ അണ്ടറിൽ ഉള്ളവരെ കൂടി ലൂസിഫർ പറഞ്ഞ് വരുതിയിലാക്കി. അവർക്കും ആ ശാപം കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, അതിൻ്റെ വാലാകാശത്തിലെ നക്ഷത്രങ്ങൾ 3 വലിച്ചുവിട്ട് ഭൂമിയിലേക്ക് എറിഞ്ഞോളൂ. പ്രസവിപ്പായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നോളം മഹാസർപ്പം അവളുടെ മുമ്പിൽ. അപ്പോൾ അത് സംഭവിക്കാൻ പോകുന്ന കാര്യമായിട്ടല്ലേ പറയുന്നത്. യേശുക്രിസ്തു അതിൻ്റെ റിസംബ്ലൻസ് ആണ് നമ്മൾ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ 144,000 പേരെ പറ്റി. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഉണ്ടോ? ഇതിൽ ഇരുമ്പ് കൊണ്ട് മേയ്ക്കാനുള്ള ആൺകുട്ടിയെ പ്രസവം. അത് ആണാണ്, സ്ത്രീ, അത് പുരുഷന്മാരാണത് എന്നാണ് എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗുലറായിട്ടല്ല, അത് യേശുക്രിസ്തു സിംഗുലറാണ്. ഇത് ആൺകുട്ടി എന്ന് പറയുന്നത് അതൊരു ഗ്രൂപ്പാണ് പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്നതായിട്ടുള്ള 144,000 പേരാണെന്ന് പറയാൻ കാരണം അത് പുരുഷന്മാരാണ്. അവർ യേശുക്രിസ്തുവിനെ പോലെ തന്നെ വെളിപ്പാട് 14 സ്വർഗത്തിൽ കർത്താവിൻ്റെ കൂടെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവരും ഇതുപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ തന്നെ പ്രാണത്യാഗം ചെയ്ത് അവരെ അന്ത്യക്രിസ്തുവിൻ്റെ ആൾക്കാർ കൊന്നു കളഞ്ഞു എന്നാണ് നമുക്ക് അതിൽ നിന്നും ഇൻഫർ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. 1260 ദിവസം എന്ന് പറയുന്നത് 3.5 കൊല്ലമാണ് ഈ പറയുന്നത്. ആ സ്ത്രീ എന്ന് പറയുന്നത് സഭയാണ്. സ്ത്രീ ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമസഭയുണ്ട്, പഴയ നിയമസഭയുണ്ട്. പഴയ നിയമസഭ എന്ന് പറയുന്നത് നമ്മളാണ്. കഴിഞ്ഞിട്ട് ഈ ഇസ്രായേൽ ജനം, അവർക്ക് വേണ്ടി ഇസ്രായേലിൻ്റെ അടുത്തായിട്ടൊരു സ്ഥലം, പ്രത്യേക റെഫ്യൂജുള്ള സ്ഥലം പ്രത്യേകം ദൈവം കാക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കുമുണ്ട്. പുതിയ നിയമസഭയ്ക്കും അങ്ങനെ പ്രത്യേക രക്ഷ ദൈവം പറയുന്നുണ്ട്. അത് എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ആ സമയം വരുമ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മൾ ആ സ്ഥലത്തേക്ക് മാറ്റി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തോളും എന്ന് തന്നെ പറഞ്ഞത്. നമ്മളതിൽ നിന്ന് മാറിപ്പോകല്ലേ ചെയ്യുന്നത്. ഇത് ലോകത്തുനിന്ന് മാറ്റാനല്ല ദൈവം ആഗ്രഹിക്കും. 17 വായിച്ചല്ലോ, അത് വായിച്ചതുപോലെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം സൂക്ഷിക്കുക വേണം. നമ്മൾ പ്രത്യേക പ്രൊട്ടക്ഷനാണ് പറയുന്നത്. പിന്നെ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. എൻ്റെ ദൂതന്മാരും മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താൻ. ഇത് പിന്നെ ഇത് ഈ 3.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഒരു യുദ്ധം സ്വർഗത്തിലുണ്ടാകുന്നതായിട്ട് പറഞ്ഞു. അത് മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി ജയിച്ചില്ല. അതെവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ചിത്രത്തിൽ നോക്കിക്കോട്ടോ. ഇത് അന്ത്യക്രിസ്തുവിൻ്റെ ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞിട്ട് ഇത് റെഡ് ഡ്രാഗൺ കണ്ടോ. ഇത് റെഡല്ല, ഏതാണ്ട് റോസ് കളറാണ്. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ കിട്ടിയുള്ളൂ. പക്ഷെ അതായത് ഇപ്പം ഈ 3.5 കൊല്ലം കഴിയുമ്പോൾ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടാവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ശക്തി എവിടെ വരുന്നത് വീണേന്നറിയാം. ഇതൊക്കെ നേരെ വന്ന് ഈ അന്ത്യക്രിസ്തു സിംബോളിക്കായിട്ട് അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് എനിക്ക് കാണിച്ചിരിക്കുന്നത്. ആ 3.5 കൊല്ലം കഴിയുമ്പോൾ ഈ പിശാച്
സ്വർഗത്തിൽ നിന്നും മിഖായേലും അതിൻ്റെ ദൂതന്മാരും അവിടെ യുദ്ധം ചെയ്യാണ്, പിശാചിനോട് യുദ്ധം ചെയ്യാണ്. പിശാചിനെ തട്ടി താഴ്ത്തിട്ടു. പിന്നെ സ്വർഗത്തിൽ അധികാരമില്ല. അവിടെ നിന്ന് ഭരിക്കാനും ദൈവസന്നിധിയിൽ പിശാചിന് കുറ്റം പറയാനൊന്നും പറ്റില്ല. അതിനെപ്പറ്റി പറയുന്നത് അത് ആ സമയത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് പിശാചിനോട്, അല്ലാണ്ട് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് പിശാചിനോട് യുദ്ധം ചെയ്യുകയല്ല ചെയ്യുന്നത്. യേശുക്രിസ്തു നേരെ യുദ്ധം ചെയ്യുന്ന ഒരു കാലമുണ്ട്. അതെപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു യുദ്ധം വരുന്നുണ്ട്. അതായത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വരുന്ന സമയത്ത് ഒരു യുദ്ധം നടക്കുന്ന, ആ യുദ്ധത്തിൽ പിശാചിനെ ബന്ധിക്കുന്നതൊക്കെ അവിടെ പറയുന്നുണ്ട്. ആ യുദ്ധം അല്ലത്. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ പറഞ്ഞ ഈ യുദ്ധം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നടക്കുന്ന, അതായത് സാത്താനെ ആകാശത്ത് തട്ടി താഴ്ത്തിടുന്നതായിട്ടുള്ള അന്ത്യക്രിസ്തുവിൽ ആ ശക്തി വ്യാപിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യത്തെ പറ്റി പറയുന്നത്. പിന്നെ പിശാച് ദൈവത്തിൻ്റെ അടുത്ത് കുറ്റം പറയാനായിട്ട് അവിടെ തയ്യാറായി നിൽക്കുകയാണ്. അതുപോലെ ഗ്രഹങ്ങളിലും നക്ഷത്രങ്ങളിലും ഇതിൻ്റെ ശക്തിയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ളൊരു സാഹചര്യം ഈ സമയത്ത് അത് ഇല്ലാണ്ടാവുന്നു. അന്ത്യക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ഹാഫ് തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ആ യുദ്ധം ഉണ്ടാകുന്നത്. സ്വർഗത്തിൽ പിന്നെ അവരുടെ സ്ഥലം കണ്ടില്ല. അതിന് ഭൂതലത്തെ മുഴുവൻ തിരിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെ അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. കണ്ടോ, എല്ലാ ദൂതന്മാരും പോയി എന്ന് പറയണേ. പിശാചിനെ മാത്രമല്ല, പിശാചിൻ്റെ ദൂതന്മാരും പിന്നെ അവിടെ ഇല്ല. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും ക്രിസ്തുവിൻ്റെ ആധിപത്യം തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധി കുറ്റപ്പെടുന്ന അബാധിത. അപ്പം കുറ്റം ദൈവത്തിന് ഇതിൻ്റെ മുമ്പിൽ ദൈവമക്കളെ കുറ്റം പറയുന്ന സ്ഥിരം തൊഴിലാണ് ഈ പിശാചിൻ്റെ. അത് അവളോട് നിൽക്കുന്ന പറയുന്നത്. പിന്നെന്താ നെക്സ്റ്റ് പറയുന്നത്? എന്താ, അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. മരണബന്ധനം വരുന്നത് തങ്ങളുടെ പ്രാണനെ സേവിച്ചതൊന്നുമില്ല. അതായത് ഇവിടെ ദൈവമക്കളെ കുറിച്ചാണ് പറയണേ. അവർ അവനെ എന്ന് പറഞ്ഞാൽ അവർ എന്ന് പറഞ്ഞ് ദൈവമക്കളെ കുറിച്ച്, ദൈവമക്കളെ അപ്പോൾ ഇവിടെ ഉണ്ടെന്നുള്ള എൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം. കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. കാരണം ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാക്ഷികളായിട്ടുണ്ടല്ലോ, നമ്മളെല്ലാവരും സാക്ഷികളാണ്. ആ സാക്ഷ്യവചനം ദൈവം തന്ന വിടുതലും അനുഗ്രഹങ്ങളും ഹേതുവായിട്ടും അതുപോലെ തന്നെ യേശുവിൻ്റെ രക്തത്താണ് നമുക്ക് നമ്മുടെ രക്ഷയുള്ളത്. ആ രക്തം നമുക്ക് രക്ഷയാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിലൊരു കാര്യം പറയുന്നത്, മരണവരുന്നത് നിങ്ങൾ പ്രാണനെ സേവിച്ചു, അതായത് നമുക്ക് രക്തസാക്ഷിയാകേണ്ടി വരും അതിൽ പലർക്കും എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. അപ്പം ആ സമയത്ത് അന്ത്യക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ഹാഫിൽ കഠിനമായിട്ടുള്ള ദ്രോഹം പിശാചിൽ നിന്നും ഈ ലോകത്ത് ഉണ്ടാകും എന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞ് എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ. ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ ആരാ? ഇസ്രായേലാണ്. അത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പഴയ നിയമസഭയുണ്ട്, പുതിയ നിയമസഭയുണ്ട്. ദൈവമക്കളെ അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനപ്പം ഉണ്ടല്ലോ, അവരെയും ഈ പിശാച് ഉപദ്രവിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു കഴുകിൻ്റെ 2 ചിറക് വ്യാപിച്ചു. അവിടെ അവളെ സർപ്പത്തോട് ഒരു കാലം 3.5 കൊല്ലം പോറ്റി രക്ഷിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടുന്ന് ഒരു കഴുകിൻ്റെ ചിറക് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒരു എന്താണ് പ്ലെയിനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം, അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. റെഫ്യൂജ് ഉണ്ട്, അതായത് നമുക്കുണ്ട്, ദൈവമക്കൾക്കുണ്ട്. അവിടുത്തെ ഇസ്രായേൽ ഇപ്പോൾ ഉള്ള ബാലൻസ് ഇസ്രായേലിനും ഇതേമാതിരിയുള്ള രക്ഷയുണ്ട് ദൈവം പറയുന്നുണ്ട്. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷാരങ്ങളും ജാതികളും ഇതൊക്കെ അതിനായി പറയുന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ സിംബോളിക്കായിട്ടാണ് പറയുന്നത്. അപ്പോൾ പലരും മനുഷ്യർ അവരുടെ ഇസ്രായേലിനെ പലതരത്തിൽ ദ്രോഹിക്കാൻ അവിടെ ശ്രമിക്കും, അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് പറയും. അതാണ് അതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് സർപ്പമാണ്, പിശാചാണ് ചെയ്യിക്കുന്നത്. സർപ്പം സ്ത്രീയെ ഒഴിക്കുക, ഇല്ലാണ്ടാക്കാൻ, ഇസ്രായേലിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുന്നല്ലേ പറയണേ. അത് തന്നെ ദൈവമക്കളെയും കത്തോലിക്ക സഹോദരെ പറയുന്നത് അവർ പേപ്പട്ടിയെ പോലെ കൊല്ലണ്ടാണ്. ഇത് ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരെ പറയുന്നത്. എല്ലാം ക്രിസ്ത്യാനിയല്ലേ, അവരുടെ ക്രിസ്ത്യാനിയുടെ വചനം അവർ പാലിക്കുന്നില്ല, അവരുടെ സഭയെ അവർക്ക് വലുത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് ഇത് പറഞ്ഞില്ലേ, ഇത് നമ്മളില്ലാണ്ടാക്കി കളയണമെന്നാണ് പിശാചിൻ്റെ ആഗ്രഹം. സ്ത്രീയെ ഒഴുക്കി കളയേണ്ട അവളുടെ പിന്നാലെ വായിൽ നിന്ന്, അതായത് നദി എന്ന് പറയുന്നത്, വെള്ളം എന്ന് പറയുന്നത് പുരുഷാരങ്ങളും ജാതികളും ഒക്കെയാണ് ഈ പറയുന്നത്.
അത് പറഞ്ഞിട്ടുണ്ട് പിന്നീട്. അത് എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു.